ഞാൻ ചോദിക്കുന്നു, നാഷണൽ ഹൈവേ 766 അതിന്റെ ഗാർഡ് സെക്ഷൻ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പരിധിയിലാണ്. അവിടെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു ഇടിച്ചിലുണ്ടായി സമ്പൂർണമായി ഗതാഗതം തടസ്സപ്പെട്ടാൽ ഒന്ന് ഓടി വരാൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ലക്കിടിയിലേക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. കോഴിക്കോട് കളക്ടർ പറയണം, കോഴിക്കോട് കളക്ടർക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ ഇങ്ങോട്ട് വരാൻ? 4 ദിവസം എടുത്തല്ലോ അങ്ങ് ഇങ്ങോട്ട് വരാൻ. കളക്ടർമാർക്ക് ജോലി ഉണ്ടാവും, അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ ദിവസമില്ല. നിങ്ങളൊക്കെ നല്ലപോലെ ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ പ്രയോറിറ്റി വേണ്ടേ? ഒരു ജില്ല ഒറ്റപ്പെടുമ്പോ, മെഡിക്കൽ കോളേജ് അടക്കമുള്ള അവശ്യ സർവീസ് മുടങ്ങുമ്പോ കലക്ടർ അടക്കമുള്ളതായിരിക്കുന്ന മുഴുവൻ സിസ്റ്റം ഓടിയെത്തണ്ടേ? പരിശോധന വേണ്ടേ? തുടർ നടപടികൾ വേണ്ടേ? ഏകോപനം വേണ്ടേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, പോലീസിൽ നിന്ന്, ഫയറിൽ നിന്ന്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടുന്നുണ്ട്, കേട്ടറിവും നേരിട്ടുള്ള അറിവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കേട്ടറിവും നേരിട്ടറിവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ക്രൈസിസ് ഉണ്ടായാൽ ആ ക്രൈസിസ് നടക്കുന്ന സ്ഥലത്തെത്തി അവിടെ കൈകാര്യം ചെയ്യാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ടാകും. 4 ദിവസമായി ഇതിൽ ഗുരുതരമായ ഏകോപന പ്രശ്നമുണ്ടായി. അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ജനതയല്ല, അതിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല ഈ വയനാടിന്.